ദൈവതിരുനാമത്തിന് മഹത്വം. വാത്സല്യ മക്കളെ എന്ന് വിളിക്കുവാൻ ബാവ നമ്മളോടൊപ്പമില്ലെങ്കിലും ബാവയുടെ അദൃശ്യമായ സാന്നിധ്യം നമ്മളോടൊപ്പമുണ്ട്. ബാവയുടെ സ്മരണകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് അഭിയുന്ന പിതാക്കന്മാരായ ഇവാനിയോസ് തിരുമേനി, തെയോഫിലോസ് തിരുമേനി, അപ്രേം തിരുമേനി, ഈ സുവിശേഷ സംഘത്തിൻ്റെ പ്രസിഡന്റ് അഭിയുന്ന അത്തനാസിയോസ് തിരുമേനി, വന്ധ്യ കോർപ്പിസ്കോപ്പാച്ചന്മാർ, സന്യാസിനിമാർ, ദേറാക്കാർ, സ്നേഹമുള്ള വിശ്വാസികളുടെ സമൂഹമേ, ഇന്ന് കൺവെൻഷൻ്റെ 4ാമത്തെ ദിവസം അനുഗ്രഹപൂർണമായി ദൈവം നമ്മളെ കൊണ്ടുവന്ന് അടുപ്പിച്ചിരിക്കുകയാണ്. എന്നാൽ ന്യായം വെള്ളം പോലെയും നീതി പറ്റാത്ത തൊടുപോലെയും കവിഞ്ഞൊഴുകട്ടെ എന്ന ആപ്തവാക്യവുമായി നമ്മൾ കഴിഞ്ഞ 3 ദിവസം ദൈവസന്നിധിയിലായിരുന്നു. പ്രിയമുള്ളവരെ, ആമോസ് എന്ന് പറഞ്ഞ പ്രവാചകൻ ഈ വാക്കുകൾ പറയുവാനതിൻ്റെ പശ്ചാത്തലം BC 8-ാം നൂറ്റാണ്ടിലെ ആദ്യ കാലഘട്ടത്തിൽ ഉസിയ രാജാവും യഹൂദയും രാജ്യം ഭരിക്കുമ്പോൾ രാജ്യത്ത് പട്ടിണിയില്ല, എങ്ങും അഭിവൃദ്ധി, സമൃദ്ധി, ആർഭാടങ്ങൾ. എന്നാൽ ദൈവത്തെ മറന്ന ദൈവത്തിൻ്റെ ജനം അവരാരാധനകൾ നടത്തുന്നുണ്ട്. അവരുടെ പിതാക്കന്മാർ അവരെ പഠിപ്പിച്ച ഹോമയാഗങ്ങളും ഭോജനയാഗങ്ങളും യഹോവ കൽപ്പിച്ചു കൊടുത്ത വഴിപാടുകളും എല്ലാം അവർ നടത്തുന്നുണ്ട്. അതെല്ലാം യാന്ത്രികമായി തീർന്നു. അതാണ് ആമോസ് പ്രവാചകൻ എഴുന്നേറ്റത്. 2 കാര്യങ്ങളാണ് അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, അവരുടെ ആരാധനാ ജീവിതം അത് ദൈവത്തിന് പ്രീതികരമായി തീർന്നില്ല. ദൈവം കാണിച്ചു കൊടുത്ത ആരാധനകൾ പിന്തുടരുന്നുവെങ്കിലും ആരാധനയ്ക്ക് ഒരു ആത്മാർത്ഥതയില്ലായിരുന്നു. അതുകൊണ്ട് ആമോസ് കടന്നു വന്ന് പറയുകയാണ്, ദൈവം നിങ്ങളോട് സ്നേഹിക്കണമെങ്കിൽ, ദൈവം നിങ്ങളോട് കോപിക്കാതിരിക്കണമെങ്കിൽ ആരാധനയിലേക്ക് മടങ്ങി വരണം. എന്നാൽ ഇന്ന് നിങ്ങളുടെ ആരാധന, ആമോസിന്റെ പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 21 മുതലുള്ള വാക്യങ്ങൾ പറയുകയാണ്, ഹോമയാഗങ്ങളും ഭോജനയാഗങ്ങളും അർപ്പിച്ചാലും ഞാൻ നോക്കിയില്ല, ഞാൻ നോക്കുക പോലുമില്ല. നിന്റെ തടിച്ച മൃഗങ്ങളുടെ ക്ഷേമയാഗങ്ങള് ഞാൻ നോക്കുക പോലുമില്ല. അന്നത്തെ ജനത്തിന്റെ അവസ്ഥ കണ്ടുകൊണ്ട് ആമോസ് പ്രവാചകൻ പറയുകയാണ്, നിങ്ങളുടെ ആരാധനയെ ദൈവം നോക്കുക പോലും ഇല്ല. ആരാധന തകർന്ന, ആരാധന നാമമാത്രമായി തീർന്ന ഒരു ജനവിഭാഗം. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് നമുക്കൊന്ന് ചിന്തിക്കണം. നമുക്കുണ്ടായ താഴ്ചയ്ക്ക് വീഴ്ചയ്ക്ക് കാരണം നമ്മുടെ ആരാധനയുടെ ആത്മാർത്ഥതയില്ലായ്മയാണോ? ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്. ശ്രേഷ്ഠ ബാവ തിരുമേനി വിശുദ്ധ കുർബാനയ്ക്ക് കടന്നു പോകുമ്പോൾ തലേ ദിവസം പ്രാർത്ഥനകൾ തികച്ചാൽ ഒരു വ്യക്തിയോട് പോലും സംസാരിക്കില്ല. അത്ര വിശുദ്ധതയോടെ ആരാധന ദൈവസന്നിധിയിൽ സ്വീകാര്യമായിരുന്നു. എന്നാൽ ഇന്ന് എത്ര പേർക്ക് ആരാധന അത് ജീവിതത്തിൻ്റെ ഹൃദയത്തിൻ്റെ അന്തർഭാഗത്ത് നിന്നുള്ള ആരാധനയായി മാറുവാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ ആദ്യ പിതാക്കന്മാർ അവർ കിടപ്പറയിൽ എഴുന്നേറ്റ് നിന്ന്, കിടക്കയിൽ എഴുന്നേറ്റ് നിന്ന് അവർ പ്രഭാതം പൊട്ടി വിടർന്നപ്പോൾ വിളിച്ചു പറഞ്ഞു, ഹല്ലേലൂയ, 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 നിനക്ക് സ്തുതി, ഹല്ലേലൂയ, 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 ദൈവമേ നിനക്ക് സ്തുതി. അവർ കിടപ്പറയിലേക്ക് തിരിച്ചു പോയതും, എൻ്റെ കർത്താവേ നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, സ്തുതി, നിനക്ക് സ്തുതി, ആയിരങ്ങളുടെ ആയിരവും അളവ് കൂടാതെ നിനക്ക് സ്തുതി. ആരാധനയ്ക്ക് ഒരു ആത്മാർത്ഥതയുണ്ടായിരുന്നു. പട്ടിണിയാണെങ്കിലും അവരുടെ ഹൃദയത്തിൻ്റെ അന്തർഭാഗത്ത് എന്നും ഉയർന്ന ശബ്ദമായിരുന്നു ആ ആരാധന. ഇന്ന് പ്രിയമുള്ളവരെ, പ്രഭാത നമസ്കാരം മുതൽ വിശുദ്ധ കുർബാനയ്ക്ക് പങ്കെടുക്കുന്ന എത്ര വ്യക്തികളുണ്ട്? ചിന്തിക്കണം.
പ്രഭാത നമസ്കാരം നമ്മുടെ പിതാക്കന്മാരുടെ ക്രമമനുസരിച്ച് സന്ധ്യാപ്രാർത്ഥന തികച്ച്, രാത്രി പ്രാർത്ഥന തികച്ച്, ആരാധനയ്ക്ക് വേണ്ടി ദൈവമേ ബഹുമതിപൂർവം നിന്റെ ആലയത്തിലേക്ക് ഞാൻ പ്രവേശിച്ചു, എൻ്റെ നേർച്ചകളെ ഞാൻ നിനക്ക് കഴിക്കുമെന്ന് പറഞ്ഞ് വിനയത്തോടെ പള്ളിയിൽ പ്രവേശിച്ച് നമ്മുടെ പിതാക്കന്മാർ. ഇത് നമ്മൾ കുർബാനയ്ക്ക് കടന്നു വരുന്നത് എങ്ങനെയാണ്, എപ്പോഴാണ്, എവിടെയാണ്? ചിന്തിക്കണം. നമ്മുടെ ആരാധനകൾ അത് തകർന്നു പോയി. നമുക്ക് എന്തെങ്കിലും പ്രതിബന്ധമുണ്ടെങ്കിൽ, പ്രതിസന്ധി ഉണ്ടെങ്കിൽ, കാരണം ആരാധനയുടെ ശോഷണം സംഭവിച്ചിരിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി അവരുടെ പള്ളിയിൽ പെരുന്നാൾ നടക്കുവാണ്. എനിക്ക് വ്യക്തിപരമായി അറിയാം, ഞാൻ ബോംബെയിലാണ്. പെരുന്നാൾ നടക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ 9:30 ആയപ്പോൾ എന്നെ വിളിച്ചു, തിരുമേനി ഒരു കാര്യം പറയാന്. അന്നേരം ഞാൻ അവനോട് ചോദിച്ചു, മോനിന്ന് പെരുന്നാൾ കൂടിയില്ലേ എന്ന് ചോദിച്ചപ്പം അവനോട് പറഞ്ഞു, പെരുന്നാൾ കൂടുവാണ്, പക്ഷെ ഇപ്പൊ ഇന്റർവെൽ ടൈമാന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, ഇതന്നെ ഇന്റർവെൽ ടൈം? തുബദൻ വായിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ ചെറുപ്പക്കാരന് തുബദൻ എന്താണ്? കുർബാനയുടെ ഇന്റർവെൽ ടൈം. പ്രിയമുള്ളവരെ, പള്ളിയിൽ വികാരി അച്ഛൻ പ്രസംഗിക്കുവാൻ എഴുന്നേൽക്കുമ്പോൾ പുറകിലൊരു തള്ളൽ കാണാം. പുറത്തോട്ട് ഓടുകയാണ്. വചനം കേൾക്കുവാൻ താല്പര്യമില്ലാത്ത ജനസമൂഹം, ആരാധനയിൽ ആത്മാർത്ഥതയില്ലാത്ത ജനവിഭാഗം. അടുത്ത് ഞാൻ അച്ഛനായിരുന്നപ്പോൾ ചെറിയൊരു കോൺഗ്രിഗേഷൻ, ആ കോൺഗ്രിഗേഷനിൽ വിശുദ്ധ ബലിയൊക്കെ അർപ്പിച്ച് ഒരു 10 മിനിറ്റ് വചനത്തിൽ നിന്നും സംസാരിക്കുവാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, ചട്ടയും മുണ്ടും എടുത്ത ഒരു അമ്മച്ചിയാണ്. കൊച്ചു കോൺഗ്രിഗേഷനാണ്. നമുക്ക് പ്രത്യേകം തിരിച്ചറിയാൻ പറ്റും. നമ്മുടെ പ്രസംഗമൊന്നും ശ്രദ്ധിക്കുന്നില്ല, കുർബാനയിൽ വളരെയേറെ അലസമായി നിൽക്കുന്നു. കൊച്ചു കോൺഗ്രിഗേഷനായത് കാരണം നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. ആരൊക്കെ അലസമായിരിക്കുന്നെന്ന് നമുക്ക് മുഖത്ത് നിന്ന് തന്നെ കണ്ടെടുക്കാൻ പറ്റും. ഞാൻ കൈമുത്തി വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ പെട്ടെന്ന് ആളെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി. ചട്ടയും മുണ്ട് കൊടുത്ത ഒരേ ഒരു അമ്മച്ചി ഉണ്ടായിരുന്നു, ആ പള്ളിയിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അമ്മച്ചിയോട് പറഞ്ഞു, എൻ്റെ കുർബാനയും പ്രസംഗവും ഒട്ടും ഇഷ്ടപ്പെട്ടില്ലല്ലോ എന്ന് ചോദിച്ചു. അതെന്നെ അച്ഛൻ അങ്ങനെ പറഞ്ഞത്. അതിൽ ഞാൻ പ്രസംഗിക്കുമ്പോഴും വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോഴുമൊക്കെ ഞാൻ തിരിഞ്ഞു വരുമ്പോൾ അസഹിഷ്ണുത, ഒരശാന്തി മുഖത്ത്. അതേ അച്ഛൻ, ഞാൻ രാവിലെ വീട് പൂട്ടി പോന്നതാണ്. അപ്പം ഗ്യാസെ കപ്പ വെച്ചിട്ടുണ്ടായിരുന്നു, കപ്പ പുഴുങ്ങാൻ വേണ്ടി. ഞാനിവിടെ വന്നിരുന്നപ്പം മുതൽ എൻ്റെ ചിന്ത, ഈ കപ്പയുടെ ഗ്യാസ് ഓഫ് ചെയ്തോ ഇല്ലയോ? ഇവിടെ അച്ഛൻ വലിയ വായിൽ വിളിച്ചു പറയുകയാണ്, നാം എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവത്തിൻ്റെ സന്നിധിയിൽ മശിഹാ തമ്പുരാൻ എഴുന്നള്ളിയിരിക്കുന്ന ആ വലത്ത് ഭാഗത്തായിരിക്കണമെന്ന് പറയുമ്പോൾ അമ്മച്ചിയുടെ മനസ്സെവിടെയാണ്? ആ ഗ്യാസെ കപ്പച്ചോട്ടി. പ്രിയമുള്ളവരെ, ഇതാണ് നമ്മുടെ ആരാധന. ഇതിന് മാറ്റം വരണം. നമുക്ക് എന്തെങ്കിലും പ്രതിബന്ധങ്ങൾ, പ്രതിസന്ധികൾ ഉണ്ടെങ്കിൽ, ഈ വചനം ചിന്തിച്ചപ്പോൾ എനിക്ക് ശക്തമായി വേദന അനുഭവപ്പെട്ടു. ഈ വചനം എന്നോട് തന്നെ സംസാരിക്കുന്നു. ആരാധനയിൽ ആത്മാർത്ഥത കാണിക്കുവാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? പ്രാർത്ഥനകൾ തികയ്ക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? എന്നോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമായി എനിക്കത് അനുഭവപ്പെട്ടു. പ്രിയമുള്ളവരെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അതേ, നമ്മുടെ ആരാധനകൾ അത് ആത്മാർത്ഥമായി തീരണം. അതുകൊണ്ട് ആമോസ് പറഞ്ഞു, നിന്റെ ആരാധനയ്ക്കൊരു മാറ്റം. ആരാധന സ്വർഗീയമായി തീരണം. ഇല്ലെങ്കിൽ നിന്റെ ആരാധന ദൈവം മണക്കില്ല, ദൈവം കേൾക്കില്ല. നിന്റെ ശബ്ദം ദൈവത്തിന്, വിശുദ്ധ വചനം പറയുകയാണ്, ശബ്ദം, നിന്റെ പാട്ടുകളുടെ ശബ്ദം എൻ്റെ മുമ്പിൽ നിന്ന് നീക്കൂ. നിന്റെ വീണാനാദം ഞാൻ കേൾക്കുകയിൽ. 5-ാം അധ്യായം 22-ാമത്തെ വാക്യം പറയുകയാണ്, നീ എന്ത് പാട്ടുപാടിയാലും, നീ എന്ത് കിന്നരം വിട്ടിയാലും നിന്റെ പാട്ട് ഞാൻ കേൾക്കില്ല. നീ ആത്മാർത്ഥതയുള്ളവനായിരിക്കണം. പ്രിയമുള്ളവരെ, പണ്ട് കാലത്ത് ഇതുപോലെ വാദ്യോപകരണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മുടെ അപ്പനപ്പൂപ്പന്മാര് പള്ളിക്കുള്ളിൽ നിന്ന് വാതുറന്ന് പാടി. അതിനൊരാത്മാർത്ഥതയുണ്ടായിരുന്നു.
അവരെല്ലാവരും പല ശബ്ദമാണെങ്കിലും അത് സ്വർഗീയമായ നാദമായിരുന്നു. അവിടെ കഷ്ടിച്ചൊരു ഹാർമോണിയം കാണും. ആ ഹാർമോണിയത്തിന്റെ താളത്തിനൊത്ത് ജനങ്ങൾ ഒരുപോലെ വാ തുറന്ന് അവര് പാടി. ഇന്ന് ആരാധനയിൽ എത്ര പേര് പാടുന്നവരുണ്ട്? ഇന്ന് ആരാധനയിൽ നമ്മുടെ ഗായക സംഘം ഒരിക്കലും കേട്ടിട്ടില്ലാത്തൊരു ട്യൂണ്, കാതടിപ്പിക്കുന്ന ഇൻസ്ട്രുമെന്റിന്റെ ശബ്ദം. എത്ര പേർ ആരാധനയിൽ ആത്മാർത്ഥമായി പങ്കെടുക്കുന്നു? ചിന്തിക്കണം. നമുക്കൊരു മാറ്റം. കോൺഗ്രിഗേഷൻ ഒരുമിച്ച് നിന്ന് ഒരേ മനസ്സോടെ ഒരേ ചിന്തയോടെ പ്രതിവാക്യങ്ങൾ പടഞ്ഞ് പാട്ടുപാടി ദൈവത്തെ സ്തുതിക്കുവാൻ സാധിക്കുമെങ്കിൽ നമുക്കൊരു മാറ്റം. ദൈവത്തിന്റെ അനുഗ്രഹം. വീണ്ടും ആമോസ് പ്രവാചകൻ പറഞ്ഞത്, ഒന്നാമത് ആരാധനാ ജീവിതമായിരുന്നെങ്കിൽ രണ്ടാമത് സാമൂഹ്യ ജീവിതമായിരുന്നു. ആമോസിന്റെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 1-ാമത്തെ തിരുവചനം പറയുകയാണ്, ദരിദ്രരെ നീ കണ്ടില്ലെന്ന് നടിച്ചു, നീ വിധവമാരെ ഉപേക്ഷിച്ചു, കണ്ണുനീര് പൊഴിക്കുന്നവന്റെ മുമ്പിൽ നീ ഓച്ചാനിച്ചു നിന്നു. അതേ, വിധവകളെ അവഗണിച്ചു. അന്നത്തെ സമൂഹം സമ്പന്നരെന്നും ദരിദ്രരെന്നും രണ്ടായി തിരിഞ്ഞു നിന്നു. അവരുടെ ഇടയിൽ വലിയൊരു വിടവുണ്ടായി. സമ്പന്നരും ദരിദ്രരും തമ്മിലുള്ള വലിയ വിടവ്. സമ്പന്നർ ദരിദ്രരെ മുഖം തിരിച്ചു നിന്നു. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും ജീവിക്കുന്ന ഇന്നത്തെ സമൂഹം, നമ്മൾ സമ്പന്നതയുടെ പുറകെ പോകുകയല്ലേ? അതേ, നമ്മുടെ മേൻപൂട്ടുകളിൽ ഇന്ന് സ്വർണ്ണ കുരിശുകൾ കൂടി കൂടി വരുന്നുണ്ട്. നമ്മുടെ മേൻപൂട്ടുകളിൽ വെള്ളി കുരിശുകൾ, വെള്ളി കാസാകൾ കൂടുന്നുണ്ട്. നമ്മുടെ പള്ളികൾ സ്ഥാപനവൽക്കരിക്കപ്പെട്ടിട്ടുണ്ട്. ഏക്കർ കണക്കിന് സ്ഥാപനങ്ങൾ നമ്മൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. നമുക്ക് കോളേജുകൾ ഉയർന്നു വന്നിട്ടുണ്ട്. ആ കോളേജിൽ പാവപ്പെട്ട ഒരു മനുഷ്യന് സൗജന്യ വിദ്യാഭ്യാസം. നമ്മുടെ പള്ളികൾക്കുള്ളിൽ പ്രിയമുള്ളവരെ, എത്ര പേര് പാവങ്ങളുടെ നേരെ കണ്ണു നരിക്കുവാൻ മനസ്സ് കാണിക്കുന്നു. വലിയൊരു 4 മാസം മുമ്പ് വളരെ പ്രശസ്തമായ ഒരു പള്ളിയിൽ 4 വർഷം അക്കൗണ്ടന്റായി ജോലി ചെയ്ത ഒരു ചെറുപ്പക്കാരൻ വന്നു. ക്യാൻസർ, കീമോതെറാപ്പി ചെയ്യാൻ ലക്ഷങ്ങൾ വേണ്ടിവരും. പാവപ്പെട്ട കുടുംബത്തിൽ പിറന്നൊരു പയ്യൻ. അദ്ദേഹം എന്നോട് സങ്കടം പറഞ്ഞു. ഞാൻ പറഞ്ഞു, നമുക്ക് ചിന്തിക്കാം. ഞാൻ ആ പള്ളിയിൽ കമ്മിറ്റിക്കാർക്കൊരു കത്തെഴുതി. അവന്റെ അവസ്ഥ, അവന്റെ മെഡിക്കൽ റിപ്പോർട്ട്, എത്ര ബഡ്ജറ്റ് ആകും, 3 കടലാസ് വെച്ച് പള്ളി കമ്മിറ്റിക്ക് കത്തെഴുതി. പ്രിയമുള്ളവരെ, തിരിച്ചൊരു ഫോൺ കോൾ വന്നില്ല, തിരിച്ചൊരു മറുപടി വന്നില്ല. ആ പാവപ്പെട്ട ചെറുപ്പക്കാരൻ 4 വർഷം ആ ഓഫീസിൽ ജോലിയെടുത്തവൻ, അവനൊരു ബുദ്ധിമുട്ട് വന്നപ്പോ കമ്മിറ്റിക്കാര് തിരിഞ്ഞു നോക്കിയില്ല. എന്നാൽ ആ കമ്മിറ്റിക്കാര് മുറ്റത്ത് കിടന്ന ടൈല് പൊട്ടിച്ച് അവിടെ ഗ്രാനൈറ്റ് ഇട്ടു. അവരുടെ ഫാരീഷ് ഹോളിന്റെ മെയിൻ്റനൻസ് വർക്ക് നടത്തി. ചിന്തിക്കണം പ്രിയമുള്ളവരെ, ആ ചെറുപ്പക്കാരനെ സഹായിച്ചത് ഹൈന്ദവരെ ഉൾപ്പെടെയുള്ള 9 പേര് ആ ചെറുപ്പക്കാരന്റെ ട്രീറ്റ്മെന്റ് ഏറ്റെടുത്ത് അവനിന്ന് പൂർണ്ണ സൗഖ്യത്തോടെ തിരികെ പോയി. അവന്റെ ഉള്ളിൽ സഭയെക്കുറിച്ചുള്ള ചിന്ത എന്താണ്? എന്നെ കുറിച്ചുള്ള വികാരം എന്താണ്? മാറണം. നമ്മുടെ കുടുംബത്ത്, നമ്മുടെ ഇടവകയിൽ ഒരു വ്യക്തി പോലും ദാരിദ്ര്യം അനുഭവിക്കുന്നതായി, നമ്മുടെ ഇടവകയിൽ ഒരു കുടുംബം പോലും വീടില്ലാത്തവരായി കാണരുത്. സമ്പത്തിന്റെ പിറകെ പോകുന്നത് നമുക്ക് അവസാനിപ്പിക്കാം. കരയുന്നവന്റെ കണ്ണുനീരൊപ്പാൻ എനിക്കറിയാം ഒരു പള്ളി ട്രസ്റ്റിയെ, 7 വർഷം അടുപ്പിച്ച പള്ളിയിലെ ട്രസ്റ്റിയാണ്. ആ മനുഷ്യൻ പള്ളിക്കുള്ളിൽ കയറത്തില്ല, പള്ളി 10 വയസ്സ് ഇടത്തില്ല, അച്ഛന്റെ കൈമുത്തത്തില്ല. 7 വർഷം അടുപ്പിച്ച് ആ ട്രസ്റ്റിഷിപ്പ് കിട്ടാൻ വേണ്ടി മാത്രം പള്ളി വരും, പള്ളിക്കുള്ളിൽ കയറില്ല. ഇത് സത്യമാണ് പ്രിയമുള്ളവരെ.
ഇങ്ങനെയുള്ളവരാണ് പള്ളി ഭരിക്കുന്നത്. പിന്നെ നമുക്ക് നീതി എവിടെ നിന്ന് കിട്ടും? ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ആമോസ് പ്രവാചകൻ വളരെ ശക്തമായി പറഞ്ഞു, ആരാധന മാറണം, സാമൂഹ്യ ജീവിതം മാറണം. പക്ഷെ ആമോസ് പ്രവാചകൻ പ്രത്യാശയുടെ പ്രവാചകനായിരുന്നു. പറഞ്ഞു, ന്യായം വെള്ളം പോലെ വരും, നീതി നദി പോലെ ഒഴുകും. ആമോസിന്റെ പുസ്തകം 9-ാം അധ്യായം അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? ദാവീദിന്റെ കൂടാരം ഉയരും, അത് ഉയരുക തന്നെ ചെയ്യും, അത് നശിപ്പിക്കപ്പെടുകയില്ല. പ്രത്യാശയോടെ ആമോസ് പ്രവാചകൻ പറയുകയാണ്, തകരില്ല, തളരില്ല. ദാവീദിന്റെ കൂടാരം ഉണരും, അത് ഉയരും, അത് നിലനിൽക്കും. അതേ പ്രിയമുള്ളവർ, ഇതാണ് നമ്മുടെ പ്രത്യാശ. ഇയ്യോബ് അവസാന സമയത്ത് പറഞ്ഞു, അതെ, എൻ്റെ ത്വക്ക് മാംസത്തോട് പറ്റിയിരിക്കുന്നു, അസ്ഥിയോട് പറ്റിയിരിക്കുന്നു, മാംസം ക്ഷയിച്ചിരിക്കുന്നു. ഞാൻ എഴുന്നേറ്റാൽ എൻ്റെ മക്കൾ എന്നെ കളിയാക്കുകയാണ്, എൻ്റെ ശ്വാസം എൻ്റെ ഭാര്യയ്ക്ക് അറപ്പാണ്. ഈ അവസ്ഥയാണെങ്കിലും ഇയ്യോബ് പറയുകയാണ്, എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു. പൊടിയിൽ നിന്നും അവൻ പാറയിലേക്ക് കൈപിടിച്ചുയർത്തും, എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കും. അതേതാണ് നമ്മുടെ പ്രത്യാശ. പ്രിയമുള്ളവരെ, സഭ തകരില്ല, സഭ തളരില്ല. നമുക്ക് മാറ്റം അനിവാര്യമാണ്. സാമൂഹ്യമായി നമ്മൾ മാറണം. ആരാധനകളിൽ നമുക്ക് വ്യത്യാസങ്ങൾ വരണം. അത് ദൈവികമായി നമുക്ക് മാറ്റി അത് പ്രത്യാശയുടെ തീരത്തണയാം. നഷ്ടപ്പെട്ട പള്ളികളൊക്കെ നമുക്ക് കിട്ടും. പ്രത്യാശയുടെ തീരത്ത് അത് നീതി ഒരിക്കലും നശിക്കില്ല, ന്യായം ഒരിക്കലും വറ്റില്ല. ദൈവം പ്രവർത്തിക്കുന്ന സമയം ദണ്ടടുത്തിരിക്കുന്നു. അതിന് നമുക്ക് പ്രാർത്ഥനയോടെ ആരാധനാ ജീവിതത്തെ പുതുക്കി സാമൂഹ്യ ജീവിതത്തെ ചൈതന്യമാക്കി പ്രത്യാശയുടെ തീരത്ത് നമുക്കണയാം. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിനെനിക്ക് അനുവാദം തന്ന അഭിമന്യ എലിയാസ് മാർ യൂലിയോസ് തിരുമേനിയോട്, സഭാ ഭാരവാഹികളോട് എൻ്റെ സ്നേഹവും നന്ദിയും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.